നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നത് എത്ര പേരുണ്ട്? പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ പറയുന്നു, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഏത് കാര്യം പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ, അല്ലേ? അവരുടെ എത്ര അവരോട് പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയാൽ മനസ്സിലാവും, അവരുടെ ജീവിതത്തിലും ഈ നെഗറ്റീവ്, അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണേലും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണേലും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ നെഗറ്റീവ് എനർജി ഫുള്ള് ഫീൽ ചെയ്യും. അത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ, എന്ത് കാര്യമാണേലും. അപ്പം നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ പൂർണ്ണമായിട്ടും മാറും. അവിടെ നമുക്ക് പോസിറ്റീവ് എനർജി വരും, പോസിറ്റീവ് ഇത് വരും. നമ്മുടെ ആ ഒരു വീടിന് ചുറ്റും പോസിറ്റീവായിട്ടുള്ളത് നിറഞ്ഞു നിൽക്കും, നെഗറ്റീവ് മാറിപ്പോവും. പക്ഷേ എത്ര പറഞ്ഞാലും ചില ആൾക്കാരോട് പറഞ്ഞാൽ അവർ നെഗറ്റീവായിട്ടേ കാര്യങ്ങൾ എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഇന്ന് കാണിക്കുന്ന ഒരു ഫേസ് എക്സസൈസ് മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്തേം കിട്ടാനായിട്ട്, നമ്മുടെ ഫേസിൽ ഫുള്ള് കുഞ്ഞു മസിലാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും നമ്മുടെ ഫേസിൽ എന്തേരം മസിൽസ് ഉണ്ടെന്ന്. അത് ഫുള്ള് സ്ട്രെച്ചാക്കി നമ്മുടെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനും നമ്മുടെ ഫേസിനെ, അതായത് സ്കിന്നൊക്കെ സാഗ് ചെയ്യാതെയും നല്ല ടൈറ്റാക്കി സ്കിന്നിനെ ഇരിക്കാനായിട്ടും ഒത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ ഫേസ് എക്സസൈസ്. ഇപ്പോൾ ഒരു ഫേസ് എക്സസൈസ് കാണിക്കുമ്പോൾ, ഒരു ഫേസിലെ എക്സസൈസ് കാണിക്കുമ്പോൾ ഞാൻ അടി വരുന്ന ചില കമൻറ്റുകൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും. എന്താണെന്ന് ചോദിച്ചാൽ, വേറെ പണിയൊന്നുമില്ല, മുഖം കൊണ്ട് കുറേ കോഷ്ടി കാണിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. അവരോട് എന്ത് പറയാനാ? അപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കാണാനേ വരണ്ട. എനിക്കൊരു താല്പര്യവുമില്ല, കാണാനും വരണ്ട, നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ അതേപടി തന്നെ അവിടെ ഇരുന്നോ, നിങ്ങൾ ചെയ്യണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സുന്ദരികളാക്കാനോ സുന്ദരന്മാരാക്കാനോ ഒരു താല്പര്യവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, നല്ല പൊന്നു മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് ഇപ്പോഴും എൻ്റെ ടിപ്സുകൾ ചോദിച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലുണ്ട്. അതൊക്കെ എനിക്ക് ധാരാളം മതി. എന്താണ്, നമ്മളൊരാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത്രയും മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് ഇത്രയും പറഞ്ഞാൽ നീണ്ടുപോയാൽ ക്ഷമിക്കുക. നീണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എൻ്റെ പൊന്നു ചക്കരകളെ നീണ്ടുപോകുന്നല്ല, എൻ്റെ കുറ്റമല്ല. പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴാണ് നീണ്ടുപോകുന്നത്. മനുഷ്യനല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേസ് എക്സസൈസ്. ഇത് നമ്മൾ മസ്റ്റായിട്ടും ഫേസ് മസാജ് ചെയ്താലും അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ടാലും എല്ലാം ചെയ്താലും നമ്മൾ ഫേസ് എക്സസൈസ്, ഫേസ് യോഗകളൊക്കെ ചെയ്തു പോകുന്നത് വളരെ എഫക്റ്റീവാണെന്ന് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഫേസ് യോഗ കാണിച്ചിട്ടുണ്ട്, ഫേസ് മസാജ് കാണിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നല്ലൊരു ഫേസ്, അതായത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ ഇല്ലാതിരിക്കാനായിട്ടും അതായത് നമ്മുടെ വരകളൊക്കെ മാറാനായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു ഫേസ് എക്സസൈസാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ, ഇഷ്ടമായെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്കിൽ പോയി മലയാളമാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ഫേസ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളെല്ലാവരും, ഒരുപാട് പേരുണ്ട് മസിൽ പിടിച്ച് ചിരിക്കാതിരിക്കുന്ന ആൾക്കാർ. വെച്ചാൽ എന്ത് പറഞ്ഞാലും ചിരിക്കത്തില്ല, ഇങ്ങനെ ചിരിക്കും, പല്ല് കാണിക്കത്തില്ല. അവരുടെ മുഖം നോക്കിക്കോ, എന്നും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അവർ പ്രായമാകുമ്പോഴും അവരുടെ മുഖമൊക്കെ ചുളുങ്ങി ഇങ്ങനെ ഇരിക്കുക. കൂടുതലും ചുളുക്കം വരുന്നത് ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ഇത്ര ആംഗ്യഭാഷ മാത്രമേ, ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് പേര്. അവരെ കുറ്റം പറയുന്നാൽ ഒരിക്കലും കുറ്റം പറയില്ല, പക്ഷെ അവർ ചിരിക്കത്തില്ല. എന്തിന് ചിരിക്കാതിരിക്കുന്നു? സന്തോഷം വരുമ്പം നമ്മൾ ചിരിക്കണം, സങ്കടം വരുമ്പം കരയുകയും ചെയ്യണം. എന്നാലേ നമ്മുടെ മനസ്സ് ശാന്തമാകത്തുള്ളൂ. സന്തോഷം വരുമ്പോൾ നമ്മൾ അത് അടക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ
എന്താ പറയുക, അറ്റാക്ക് വന്ന് നമ്മൾ മരിച്ചു പോകും. സങ്കടം വന്നാലും അടക്കി പിടിച്ചാലും അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അതുകൊണ്ട് സങ്കടം വന്നാലും നമ്മൾ കരയണം, സന്തോഷം വന്നാൽ നല്ലപോലെ ചിരിക്കണം. ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മസിൽസ് എല്ലാം നല്ലതായിട്ട് എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യും. നല്ല രീതിയിൽ അത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുഖത്തൊരു തുടിപ്പും ഒരു തിളക്കവും, നമ്മുടെ മുഖത്ത് ഒരാൾ നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് തോന്നിക്കും. കാരണം എന്താ, നമ്മൾ ഒരാളുടെ മുഖത്തോട്ട് നോക്കുക, അയാൾ പിന്നെ വിലം പിടിച്ച് ഇരിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ മുഖത്ത് നോക്കാം. ഒറ്റത്തവണ നമ്മൾ നോക്കും, പിന്നെ നമ്മളെ നോട്ടം മാറ്റും. ഇയാൾ എന്തൊരു മനുഷ്യനാ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? അതൊരു നെഗറ്റീവാണ്. അപ്പം നമ്മളെപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക. അപ്പം ആദ്യം അതാണ് ഞാൻ കാണിക്കുന്നത്, ചിരിക്കുക, നല്ലതായിട്ടൊന്ന് ചിരിക്കുക, മസിൽ ബലം പിടിച്ച് ചിരിക്കണം. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് കൂടെ നല്ലതായിട്ട്, ഇവിടുത്തെ റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതുണ്ടോ, ഇവിടുത്തെ വരകളൊക്കെ ആദ്യമേ കുറച്ചിങ്ങനെ വര പോലെ വന്നിങ്ങനെ ചെറിയ മടക്കുണ്ടായിരുന്നു. അതിപ്പോൾ നിവർന്നു നല്ല രീതിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ, നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും കൂടെ നല്ല സ്ട്രെങ്ത് ആകും. അപ്പം ഉണ്ടോ, സ്ലോലി ചെയ്യുക. ഇതൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യം ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിത് ഇവിടെ ഒന്ന് കൈ കൊടുക്കുക, എന്നിട്ട് മേലോട്ട് ഇത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് പിന്നെ നോർമലിലേക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യും, ഇവിടെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോഫ്റ്റ്, നമ്മൾ ബലം പിടിച്ച് ഒരുപാട് അങ്ങ് ബലം പിടിക്കുന്ന സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. അടുത്ത ഒരു എക്സസൈസ്, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പെടലിയൊക്കെ ഇങ്ങനെ നല്ല വലിയുന്ന, അതായത് നമ്മുടെ ഒരു മസിൽസൊക്കെ നല്ലതായിട്ട് സ്ട്രെച്ചാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിലൊരു മിനിറ്റോളം ചെയ്യുക. റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കുക 10 പ്രാവശ്യം. വീണ്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മേളോട്ട് തല ഉയർത്തിപ്പിടിച്ചിട്ട് നാക്കുകൊണ്ട് കഴുത്തിലെ ചുളിവും ഫേസിലെ ചുളിവും ഒരുപോലെ കുറയുന്നതാണ്. നന്നായിട്ട് വേർക്കും കേട്ടോ, നല്ലപോലെ വേർക്കും. ഇപ്പോൾ ഞാനിങ്ങനെ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളം വായിലൊഴിച്ചിട്ട് ഇങ്ങനെ കുളിക്കുഴിയത്തില്ലേ, അതുപോലെ ചെയ്യുക. വെള്ളം വായിലുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ അതുപോലെ ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്പീഡിൽ ചെയ്യാം. ഈ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു മസിൽസ് എല്ലാം നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് വരും. ഇങ്ങനെ ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യുക. അടുത്ത് നമ്മൾ ഈ നാക്ക് കൊണ്ടിട്ട് നമ്മൾ അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് എനിക്ക് ശീലമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് പാട് തോന്നിക്കും, പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവും. അപ്പോൾ നമ്മൾ റൗണ്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലൊക്കെ നല്ലതായിട്ട് ഇവിടുത്തെ ചുണ്ടിൻ്റെ മൊത്തം ചുളിവ് കുറയാനായിട്ട് വളരെ എഫക്റ്റീവാണ് ഈ ഒരു
മസാജ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നാക്ക് കൊണ്ട് ചെയ്യുന്നൊരു എക്സസൈസാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. തിരിച്ച് ഇങ്ങനെ നമ്മൾ 1 മിനിറ്റ് ചെയ്യുക. ഇതും വളരെ എഫക്റ്റീവാണ്. ഇനി നമ്മൾ നമ്മുടെ 2 കവിള് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ ചുണ്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെ അമർത്തി കൊടുത്ത് ഇതും 10 പ്രാവശ്യം ഈ ചുണ്ടിന് ചുറ്റിനുമുള്ള ചുളിവ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഏജ് 60 വയസ്സൊക്കെ ആകാറാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞ് വരാൻ തുടങ്ങും. അത് വരാതിരിക്കാനായിട്ട് അതൊരുപാട് എന്തായാലും വരുമെന്നുള്ള കാര്യം ഓർക്കും. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ നമ്മളത് വരത്തുള്ളൂ, അല്ലാതെ പെട്ടെന്നൊന്നും കയറി വരത്തില്ല. അത് ഓർക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം അങ്ങനെ നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മളെന്താണ്, ഈ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റോളം നമ്മൾ ചെയ്യുക. നമ്മുടെ കഴുത്ത് മേളിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ശക്തമായിട്ട് പുറത്തോട്ട് ഊതുക. ഇത് നല്ല എക്സസൈസാണ്. നമ്മുടെ കവിളിനും ഒക്കെ നല്ല കവിളൊക്കെ വരാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു സ്കിന്നിൻ്റെ ചുളിവ് മാറാനായിട്ട് നല്ലൊരു എക്സസൈസാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഫേസ് യോഗയെന്നോ ഫേസ് എക്സസൈസെന്നോ എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് അതിനെ പറയാം. ഒരു മിനിറ്റോളം ചെയ്യുക, അല്ലെങ്കിൽ 10-15 പ്രാവശ്യം ചെയ്യുക. ഇത് നല്ലതായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുക. നമ്മുടെ എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മുടെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഒന്ന് പിൻ ചെയ്ത് ഒന്ന് പാറ്റിങ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഒരു ടവലിൽ പൊതിച്ച് നന്നായിട്ടൊന്ന് ഫേസിലൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത്രയും ആകുമ്പം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ 1 മാസം ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. അതിനിടയ്ക്ക് നിങ്ങൾ ഫേസ് മസാജ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ് പാക്കുകൾ ഞാൻ വീഡിയോയിൽ ഒരുപാട് ഫേസ് പാക്കുകൾ ഇട്ടിട്ടുണ്ട്, ഫേസ് മസാജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും. മടി പിടിച്ചാരും ഇരിക്കാതിരിക്കുക. ഒരു 10 മിനിറ്റുകൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഇന്ന് മുതൽ നിങ്ങൾ പറയുക, ഞാൻ എൻ്റെ സ്കിന്നിനെ ശ്രദ്ധിക്കും, എൻ്റെ ഹെയറിനെ ശ്രദ്ധിക്കും, എൻ്റെ ഹെൽത്തിനെ ശ്രദ്ധിക്കും എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് സമയം താനേ വരും. നമുക്കെല്ലാം നമ്മൾ വെറുതെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കാനൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ. പക്ഷേ ഈ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയം മതി നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. നല്ല സുന്ദരികളായിട്ടിരിക്കുക. ഇപ്പം പ്രായമായിരിക്കും, 40 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് നോക്കാനായിട്ടാണ്, വേറെ പണിയൊന്നുമില്ലേ എന്ന് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ തീർച്ചയായിട്ടും നിങ്ങളിതിലേക്ക് വരൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കിന്ന്, തിളങ്ങുന്നൊരു സ്കിന്ന്, നമ്മുടെ പഴയൊരു നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു അത്യാവശ്യം നമുക്കൊരു സ്കിന്ന് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.